എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കടലിനടിയിലുള്ള വലിയൊരു പ്രസൻ കാണിക്കും. അവിടേക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാണ്. ഉടനെ അവിടേക്ക് കൊണ്ടുവന്നവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മാസ്ക് അത് മാറ്റുകയാണ്. അത് മറ്റാരുമല്ല, ബൊറൂട്ടോയും മീറ്റ്സുകയും അവരുടെ ടീമും. ഉടനെ ആ ജയിൽ വാർഡൻ ആണെങ്കിൽ എന്തൊക്കെയോ ജിപ്സും ഒക്കെ ഉപയോഗിച്ച് അവരുടെ പവേഴ്സ് അതങ്ങനെ ലോക്ക് ചെയ്യും. അവരോട് പറയും, നിങ്ങൾക്കിനി ശിക്ഷ കഴിയുന്നത് വരെ നിങ്ങളുടെ പവർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഒരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഉടനെ അടുത്തൊരു ഓഫീസർ വന്ന് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് അവന്റെ മുട്ടിയൊക്കെ പിടിച്ചു വലിച്ച് ചില താക്കീതൊക്കെ കൊടുക്കും. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച നിങ്ങൾ പിന്നെ ജീവനോടുകൂടെ ഉണ്ടാവില്ല. ഉടനെ ബൊറൂട്ടോ ടീമിലുള്ള ഒരുത്തൻ അവനാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ കത്തിക്കരിഞ്ഞ് അവിടെ ഇല്ലാതാവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് സഹിക്കില്ല. അവനിപ്പോ ആ ഓഫീസറിന്റെ അടുത്ത് ദേഷ്യപ്പെടും. അതിന് ആ ഓഫീസർ അവന്റെ മുട്ടി പിടിച്ചു വലിച്ച് അങ്ങനെ താഴേക്കിടുകയാണ്. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ബൊറൂട്ടോ ആ ടീം അവരിപ്പോ ഹൊക്കാഗയുടെ ഓഫീസിൽ നിൽക്കുകയാണ്. നറൂട്ടോ ഉടനെ വലിയൊരു വില്ലൻ ഗ്യാങ്ങിനെ കുറിച്ച് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. പക്ഷെ അവർക്ക് ആർക്കും ആ ഗ്യാങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ആ ഗ്യാങ്ങിലുള്ള ഒരേ ഒരാൾ, ഒരു കണ്ണാടി പയ്യൻ, ആളെ മാത്രം ജസ്റ്റ് അവർ കണ്ടിട്ടുണ്ട്. ഉടനെ ഷിക്കമരു പറയും, ആ ഒരു വില്ലൻ ടീമിൽ ഇവൻ മുമ്പ് ഒരു മെമ്പർ ആയിരുന്നു. അതിനുശേഷം അവൻ ആ ടീമിൽ നിന്ന് പുറത്തു വന്ന് ചില ഭോഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോ നമ്മുടെ തന്നെ ഒരു പ്രിസണിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇവന്റെ പഴയ ടീമിലുള്ളവര് അവരുടെ ഇൻഫർമേഷൻസ് അതൊന്നും തന്നെ ലീക്ക് ഔട്ട് ആവാതിരിക്കാൻ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഒരു പക്ഷേ നമ്മൾ ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ സേവ് ചെയ്യുകയാണെങ്കിൽ ടീമിനെ കുറിച്ചുള്ള എല്ലാ സീക്രട്സും ഇവൻ നമുക്ക് പറഞ്ഞു തരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇതിപ്പോ ഷിക്കമരു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും. നറൂട്ടോ ആണെങ്കിൽ ഉടനെ ബൊറൂട്ടോയെയും മീറ്റ്സുകയും അവർ രണ്ടുപേരെയും അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രിസണിലേക്ക് പറഞ്ഞയക്കും. ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ചുനിയൻ ലെവൽ പവർ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു മിഷന് നിങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്തത്. നിങ്ങൾ പ്രിസണേഴ്സ് ആയിട്ട് വേണം സെല്ലിലേക്ക് പോവാൻ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും പ്രിസണേഴ്സിന്റെ ഡ്രസ്സൊക്കെ കൊടുത്ത് ഒരു സെല്ലിലേക്ക് പറഞ്ഞയക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ഒരു റിപ്പോർട്ടറിന്റെ ഗെറ്റപ്പിൽ ആ സെല്ലിലേക്ക് അയക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരു ചെമ്പമുടിയൻ അവനിപ്പോ ബൊറൂട്ടോടെ ബ്രഷ് അടിച്ചു മാറ്റും. അതിനുശേഷം അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാനൊരു പേര് കേട്ട കള്ളനാണ്. സോ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെല്ലില് ഒരു നിയമമുണ്ട്, ഇവിടെ ആർക്ക് എന്ത് കിട്ടുന്നോ അത് കൈവശപ്പെടുത്താം. സോ നിന്റെ പുതിയ ബ്രഷ് അതെനിക്ക് കിട്ടി, സോ അതിനി എന്റേത് മാത്രമായിരിക്കും എന്ന് പറയും. ഉടനെ മീച്ചിക നൈസായിട്ട് അവന്റെ ഒരു ബുക്ക് അടിച്ചു മാറ്റും. ഈ ബുക്ക് വേണമെങ്കിൽ ആ ബ്രഷ് തിരികെ തരാൻ പറയും. അതേസമയം സാറുടെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയി ആ ജയിലറിന്റെ അടുത്തേക്ക് പോയി ആ ജയിലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പൊ ലോർഡ് മോജോ എന്ന് പറഞ്ഞ വാർഡൻ ആളാണെങ്കിൽ ഇപ്പൊ സാറുടെ അടുത്ത് വന്ന് അവളോട് സംസാരിക്കും. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയും മീറ്റ്സുകയും ബാക്കിയുള്ള പ്രിസണേഴ്സും അവരെല്ലാവരും ഇപ്പോ ഫുഡ് കഴിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഒരു പ്രിസണറിന്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആവും. അതിനുശേഷം കോക്രിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവനോട് ചോദിക്കും. ആ പ്രിസണർ പറയും അവനിപ്പോ ആ മെഡിക്കൽ റൂമിലാണ്. അവൻ അവിടെ ഭയങ്കര ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. AC റൂമും സ്പെഷ്യൽ ഫുഡുമാണ്. മറ്റാർക്കും അവിടേക്ക് പോകാനായിട്ട് പറ്റില്ല. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരും. അതിനുശേഷം ഒരു പ്രത്യേക പ്ലാൻസ് അവർക്ക് കാണിക്കും. ആ പ്ലാൻസിലാണെങ്കിൽ റെഡും വൈറ്റും കളറിലായിരിക്കും ഫ്രൂട്ട്സ് ഉണ്ടാവുക. അതിൽ റെഡ് അത് നോർമൽ ഫ്രൂട്ടാണ്, പക്ഷെ വൈറ്റ് അത് കഴിച്ചാൽ ഹെൽത്ത് ആണെങ്കിൽ വളരെ വീക്ക് ആവുമെന്ന് പറയും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ പ്ലാന്റ്സിന്റെ അടുത്തേക്ക് പോകണം. ഈറ്റ്സിക്ക് ആണെങ്കിൽ ഉടനെ അവന്റെ പാമ്പിനെ ഉപയോഗിച്ച് ഒരു വൈറ്റ് പഴം അതിൽ നിന്ന് അടിച്ചു മാറ്റും. ഉടനെ അവിടേക്ക് ഒരു ഗാർഡ് വന്ന് അവരെ അവിടുന്ന് പറഞ്ഞു വിടും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ എന്റെ കൈ അത് ഈ നെറ്റിൽ സ്റ്റക്കായി പോയി, പ്ലീസ് എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആളോട് പറയും. ആ സെക്യൂരിറ്റി അടുത്തേക്ക് വരുമ്പോഴേക്കും നെയ്ച്ചുക അവൻ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രൂട്ട് കയ്യിലേക്ക് തിരികെ എത്തിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ റൂമിലേക്ക് പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ വൈറ്റ് ഫ്രൂട്ട് അതിപ്പോ കഴിക്കാൻ തയ്യാറാവും. അവൻ എങ്ങനെയെങ്കിലും ആ മെഡിക്കൽ റൂമിലേക്ക് പോയി അവനെ മീറ്റ് ചെയ്തേ പറ്റൂ. ബൊറൂട്ടോ ആ ഫ്രൂട്ട് കഴിച്ച് അങ്ങനെ അൺകോൺഷ്യസ് ആയി താഴേക്ക് പോവും. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് ജയിൽ ഗാർഡ്സ് കൊടുത്ത് അവനെ ആ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകും. ബൊറൂട്ടോ കണ്ണു തുറക്കും. അപ്പൊ ആരോ ഒരാള് അവന് കുടിക്കാൻ വെള്ളം കൊടുക്കും. അവൻ ആ വെള്ളം കുടിച്ചു തീർക്കുമ്പോഴേക്കും പ്ലേറ്റ് വെച്ച് അവന്റെ തലയ്ക്കൊരൊറ്റയാട്ടി. അവൻ അടിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ കോക്രി. ബൊറൂട്ടോ പറയും, അയ്യോ വേണ്ട വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, പ്ലീസ്
ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നീയല്ലേ ലീഫ് വില്ലേജിലേക്ക് ഒരു ബ്ലൂ കളറിൽ ലെറ്റർ അയച്ചത്? അത് കിട്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. കോക്രി ആണെങ്കിൽ ഷോക്കാവും. അവനുടനെ ബൊറൂട്ടോട് സോറി പറഞ്ഞ് അവന്റെ കെട്ടയച്ചു വിടും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ സേഫ് ആയിട്ട് ഞാൻ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകുമെന്ന് ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും. ഉടനെ അവൻ പറയും, ഞങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന സുക്കിയ എന്ന് പേരുള്ള ഒരുത്തൻ, അവനും ഇപ്പൊ ഇതേ സെല്ലിൽ തന്നെ ഉണ്ട്. ഒരുപക്ഷെ അവൻ എന്നെ കൊല്ലാനായിരിക്കാം ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവനെ കാണിക്കും. അവന്റെ പേര് സുക്കിയ എന്നാണ്. അപ്പൊ ആരോ ഒരാള് അവനൊരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോക്ടറും 2 സോൾജിയേഴ്സും ചേർന്ന് ഇപ്പൊ ബൊറൂട്ടോയെ മെഡിക്കൽ സെല്ലിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. അടുത്ത നിമിഷം ഇപ്പൊ കോക്രിയുടെ റൂമിലേക്ക് ഏതോ ഒരുത്തൻ കയറി അവൻ അറ്റാക്ക് ചെയ്യും. കോക്രി നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. അവൻ അറ്റാക്ക് ചെയ്തവനാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. കോക്രിക്കാണെങ്കിൽ വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആ അറ്റാക്ക് ചെയ്തവൻ അവന്റെ കയ്യിലാണെങ്കിൽ ആ വുഡൻ കാർഡുണ്ട്. അതുപയോഗിച്ചാണ് അവൻ ആ ഡോർ ആക്സസ് ചെയ്തത്. അവൻ ആ കാർഡും എടുത്ത് ഇപ്പൊ ജയിലിന്റെ ഒരു ഭാഗത്തേക്ക് ഓടിയെത്തും. അതേസമയം ഇവിടെ ഡോക്ടർ ആളാണെങ്കിൽ തീർത്തു പറയും, ആ വുഡൻ കാർഡ് ഇല്ലാതെ ആർക്കും ഇവിടേക്ക് വരാനോ സെൽ ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. ഉടനെ ആ സെക്യൂരിറ്റീസ് അവര് വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് നിലവിളിച്ച് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ടും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഉടനെ ആ സെക്യൂരിറ്റി അവൻ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് പഴയ സെല്ലിൽ കൊണ്ടുപോയി അങ്ങനെ ലോക്ക് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മെയ്റ്റ്സികയോട് പറയും. ബൊറൂട്ടോ പറയും, എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മെയ്റ്റ്സിക ഈ കാര്യങ്ങൾ മുഴുവൻ അവന്റെ സ്നേക്കിലൂടെ ഇപ്പോ സാറുടെ അറിയിക്കുകയാണ്. കട്ട് ചെയ്ത വാർഡനും മാനേജരും അവർ 2 പേരും ഇപ്പൊ പരസ്പര കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. കോക്രിയെ എങ്ങനെ സേഫ് ആക്കി വെക്കാം, അവനെ ബൊറൂട്ടോയുടെ സെല്ലിലേക്ക് മാറ്റാം എന്നിങ്ങനെയുള്ള ചില ഡിസ്കഷനാണ് അവരവിടെ നടത്തുക. പക്ഷെ വാർഡൻ മോജോ ആണെങ്കിൽ തീർത്തു പറയും, അവനെ തൽക്കാലത്തേക്ക് ബൊറൂട്ടോയുടെ സെല്ലിലേക്ക് മാറ്റാമെന്ന്. വേറെ വഴിയില്ലാതെ അവൻ അതിന് ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകും. മോജോയ്ക്ക് ഉടനെ ഇപ്പൊ നല്ല രീതിയിൽ ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടും. അവനാണെങ്കിൽ എന്തൊക്കെയോ മെഡിസിൻ എടുത്ത് കഴിക്കുകയാണ്. ഉടനെ സാറുടെ അവിടേക്ക് വരും. മോജോ പറയും, എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനവളും താങ്ക്സ് പറഞ്ഞ് പുറത്തേക്ക് വരും. കട്ട് ചെയ്ത ആ ബാങ്കോ അവനാണെങ്കിൽ ഭയങ്കര കലിപ്പില് അങ്ങനെ നടക്കുകയാണ്. ഈ പ്രിസൺ അത് റൺ ചെയ്യുന്നത് ഞാനാണ് ഇവിടെയുള്ള ഓരോ തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഫയറായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർ 2 പേരും ഇപ്പൊ ലൈബ്രറിയിലേക്ക് വന്ന് ഒരു ബുക്ക് എടുത്ത് വായിക്കും. അതിലാണെങ്കിൽ താറട അവർക്ക് വായിക്കാൻ ഒരു ലെറ്റർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ ആ ലെറ്റർ വായിക്കും. ലോർഡ് മോജോയ്ക്ക് ഈ പ്രിസണില് പവർ വളരെ കുറവാണ്. ആ ബാങ്കോയ്ക്കാണ് കൂടുതൽ അതോറിറ്റി. സോ അവന്റെ വീക്ക് പോയിന്റ് കണ്ട് അവനെ കയ്യിലെടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതേസമയം ബാങ്കോ ആണെങ്കിൽ അവന്റെ റൂമിലിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ്. ഡ്രിങ്ക്സ് തീർന്നതും അവൻ ബോട്ടിലെടുക്കാൻ പുറത്തേക്ക് പോകും. അപ്പൊ സാറട അവൾ ആരും കാണാതെ ആ റൂമിലേക്ക് കയറി പറ്റി അവിടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമോ എന്നറിയാൻ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ബാങ്കോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് ആ സുക്കയുടെ അടുത്തേക്ക് വരും. സുക്കയാണെങ്കിൽ കുറെ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് അവന് കാണിച്ചു കൊടുക്കും. ഈ സ്റ്റോൺസ് അത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, പക്ഷേ എനിക്ക് നീ ഒരു ഫേവർ ചെയ്യണം. കോക്രിയെ അവനെ നീ കൊല്ലണം. സോ അഡ്വാൻസ് ആയിട്ടാണ് ഇത് ഞാൻ നിനക്ക് തരുന്നത്. അവനെ കൊല്ലുകയാണെങ്കിൽ പ്രതിഫലം വളരെ കൂടുതലായിരിക്കും എന്ന് പറയും. അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാറടയാണെങ്കിൽ അവന്റെ റൂം മുഴുവൻ അരിച്ചു പെറുക്കും. ചാരടയ്ക്കാണെങ്കിൽ ആ റൂം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ കിട്ടില്ല. അവൾ ഉടനെ ഇപ്പൊ ആ റൂം തുറന്ന് പുറത്തേക്ക് പോകും. അതിനുശേഷം ബൊറൂട്ടോ മെയ്റ്റ്സുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രിസണേഴ്സിന്റെ കൂടെ പുറത്തേക്ക് വരും. ബൊറൂട്ടോയും മെയ്റ്റ്സുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ബാങ്കോയുടെ വീക്ക്നെസ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ ഒരുപാട് നേരം ശ്രമിച്ചിട്ടും അവർക്ക് ഒരു ക്ലൂവും കിട്ടില്ല. ഉടനെ ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പൊ ബറൂട്ടോട് പറയും, ആങ്കോയുടെ വീക്ക്നെസ് അതറിയാവുന്ന ഒരാൾ നമുക്കിടയിലുണ്ട്. അവൻ ഇവിടെയുള്ള പ്രിസണേഴ്സിന്റെ എല്ലാം തന്നെ കിങ് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോയും മീറ്റ്സുകയും കൂട്ടി അവന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആളോട് കാര്യം ആവശ്യപ്പെടും. അതിനാള് പറയും, അങ്ങനെ വെറുതെ ഒന്നും ഇൻഫർമേഷൻ തരാൻ പറ്റില്ല. നീ സ്ട്രോങ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിനക്ക് ഞാൻ ഇൻഫർമേഷൻസ് തരാം. അതിന് നീ ഒരേ ഒരു കാര്യം ചെയ്യണം. ദൂരത്തായിട്ട് കാണുന്ന ആ ലൈറ്റ് ഹൗസിലെ അവിടുത്തെ ആ ബൾബ് അത് നീ അഴിച്ചുകൊണ്ട് വരണം. രാത്രിയിൽ കിടക്കുമ്പോൾ ആ ലൈറ്റ് അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്.
ബോറൂട്ടോ ആണെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഗാർഡ്സിന്റെ കണ്ണിൽ പെടാതെ ഇപ്പൊ ബിൽഡിങ്ങുകളെല്ലാം ചാടി ചാടി ആ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ പവറും അവന്റെ സ്ട്രെങ്ത് ഒക്കെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. അവനാണെങ്കിൽ ആ മഴയിലും ആ ടവറിലേക്ക് വലിഞ്ഞു കയറി ആ ബൾബ് എടുക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവന് ചുറ്റും ഇപ്പൊ ലൈറ്റ്സ് ഒക്കെ റൈസപ്പ് ആവും. ഒരുപാട് സോൾജേഴ്സ് അങ്ങനെ നിൽക്കുകയാണ്. ബൊറൂട്ടോ ഉടനെ അവന്റെ ഫേസ് കവർ ചെയ്യും. ബാങ്കോ നിലവിളിച്ച് ചോദിക്കും, നീ ആരാണ്? നീ എന്തിനാ ഇതിന് മുകളിൽ കയറിയത്? ബൊറൂട്ടോ ആണെങ്കിൽ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവരെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ആ ബൾബുമായി താഴേക്ക് വരും. അതിനുശേഷം ആ പ്രിസണറിന്റെ അടുത്ത് ബാങ്കോയുടെ ഫിറ്റ്നസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി തിരികെ സെല്ലിലേക്ക് വരികയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോജോ ആണെങ്കിൽ ബാങ്കോയെ ആളുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. അതിനുശേഷം ബാങ്കോയുടെ ഒരു ബുക്ക് എടുത്ത് ഇപ്പൊ മോജോ അവന് കാണിച്ചു കൊടുക്കും. ഇത് നിന്റെ ബുക്കല്ലേ? ഇതിൽ നിന്ന് ഒരുപാട് പ്രിസണേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. നിനക്കും ചില പ്രിസണേഴ്സിനുമായിട്ട് ഇല്ലീഗലായിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. ബാങ്കോ ആണെങ്കിൽ അതൊക്കെ കണ്ട് ടെൻഷനായി മോജോയോട് സോറി പറയും. മോജോ ആണെങ്കിൽ ഫുൾ കലിപ്പില് ബാങ്കോയെ അവിടുന്ന് പറഞ്ഞയക്കും. അതിനുശേഷം കോക്രിയെ ഇപ്പോ ബൊറൂട്ടോയുടെ സെല്ലിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം ഒരു ഡോക്ടറും ആളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും സ്ട്രെയിറ്റ് ആയിട്ട് ബാങ്കോയുടെ അടുത്തേക്ക് വരും. ഡോക്ടർ പറയും, 2 ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വുഡൻ കാർഡ് അത് നഷ്ടപ്പെട്ടു പോയി. ഉടനെ സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പോൾ അവിടെയുള്ള ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ ഇക്കാര്യം അറിഞ്ഞ് ടെൻഷനാവും. കാരണം അന്നേ ദിവസം ഓപ്പൺ ചെയ്തു വെച്ചിരുന്ന ഒരേ ഒരു സെല്ല് അത് ബൊറൂട്ടോയുടെ സെല്ലാണ്. സോ ബൊറൂട്ടോയുടെ സെല്ലിലുള്ള ആരോ ഒരാളാണ് ആ കാർഡ് അടിച്ചു മാറ്റിയത്. ബൊറൂട്ടോ ആണെങ്കിൽ ആ സെല്ലിലുള്ള 3 പേരെ അവരെ ഇമാജിൻ ചെയ്യും. അതിൽ ആരോ ഒരാളാണ് അത് ചെയ്തതെന്ന് അവനങ്ങനെ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.